ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു രുചിയുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തേക്ക് തിളച്ച് വരാൻ സമയമാകുമ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും അതുപോലെ പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുടുക്ക കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല അങ്ങോട്ട് കരി പിടിച്ചിട്ടുള്ള ഇതിന് കേട്ടോ. ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ കരിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ പുതിയതുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്താകുമ്പോഴേ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കരി പിടിക്കും. അപ്പോൾ തേച്ച് മോറാൻ നല്ല പാടാണ്. അപ്പോൾ ഈ കരി പിടിച്ച് തന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഒന്നും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പലരും പല രൂപത്തിൽ ബിരിയാണി വെക്കൂലേ, ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഓരോ ബിരിയാണി വെക്കുമ്പോഴും ഓരോ ഐറ്റത്തിലാണ് വെക്കൽ. അപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് പിന്നൊക്കെ തോന്നി അടുപ്പത്താവുമ്പോഴാണ് ഒന്നും കൂടി നല്ലതെന്ന്. അപ്പോൾ വേവില്ലാത്ത ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ അരിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ ചോറ് പിന്നെ വേവേറും ചെയ്യരുത്. അപ്പോഴാണ് നമ്മൾ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ആക്കത്തിയിൽ നേരെ വൈകിട്ട് മതിയല്ലോ കുക്കറിൽ ഉണ്ടാക്കാമെന്നൊക്കെ തോന്നിയിട്ട്. അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു രുചിയുണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ അടുപ്പ് കത്തിച്ചിട്ട് ദമ്മിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണി വേറൊരു രുചി തന്നെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കുക്കറിലാണെങ്കിൽ എത്രയും പെട്ടെന്നുണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അടുപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്നിട്ടോ. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെ കത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ചൂടുമാണ്. പിന്നെ നമുക്ക് ഗ്യാസിന് നല്ല ക്ഷാമല്ലേ. പിന്നെ എൻ്റെ മോളെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിങ്ങനെ ഓള് കാണിക്കുകയാണ്. അപ്പോൾ ഓളിവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാത് കുത്തിക്കണം, അപ്പോൾ അത് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ ഞാൻ അപ്പോഴത്തേന് 2 തിള അലച്ചപ്പോഴത്തേന് ഉള്ളരിയൊക്കെ വെന്തിട്ട് ഉഷാറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിക്ക് ചോറ് തീരെ വേവരുത്. അപ്പോൾ ആ ബിരിയാണീൻ്റെ എല്ലാ ഇതും പോകട്ടോ. ചോറ് വേവേറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോയി. അപ്പോൾ അരിയിൽ പാകത്തെ ഉപ്പും പിന്നെ വേവേറാതെ കണ്ട് ഊറ്റിയെടുക്കലുമാണ് കേട്ടോ ബിരിയാണീൻ്റെ ഫ്ലവർ. പിന്നെ ഞാനത് ചിക്കനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സുറുക്കിയൊക്കെ ചേർത്ത് കണ്ട് ഒന്നുകൂടെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവില്ലാത്ത ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. ലഗോണല്ല ബ്രോയിലർ കേട്ടോ. അപ്പോൾ ലഗോണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് അടിച്ചിട്ട് അങ്ങനെയല്ല ഉണ്ടാക്കുക. അപ്പോൾ ഇത് പൊരിച്ചിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, വല്ലാത്ത രുചി തന്നെ കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ കഴിക്കുന്ന സമയത്തിന് മോൻ പറഞ്ഞ് നല്ല അടിപൊളിയല്ലോ ഈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് പൊരിച്ചിട്ടുള്ള ബിരിയാണിയല്ല. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ എരിവൊന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി ഇത് ഒരു അത്യാവശ്യം കളറുള്ളൊരു മുളക് പൊടി ഇട്ട് കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. പിന്നെ നല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് പിന്നെ മുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ മുളക് പൊടി ഒന്നും ഇടലില്ല കേട്ടോ ബിരിയാണിയിൽ. അപ്പോൾ ആ എണ്ണ നമ്മൾ ചെമ്പട്ടിക്ക് ഒഴിച്ചിട്ടിട്ട് അതിക്കാണ് പട്ടയും ഗ്രാമ്പും ഏലക്ക ഒക്കെ ഇട്ടുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് മോപിച്ചെടുക്കുന്നുണ്ട്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം സവാളയും അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഞാനൊരു 3 എണ്ണമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരിയാണ്. അപ്പോൾ ഒരു 3 എണ്ണം എന്നാണ് അത്യാവശ്യം വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ട് തരണമെങ്കിൽ വലിയ പുറത്തേരാണ് കേട്ടോ. ബിരിയാണി മതി. പിന്നെ ആണെങ്കിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മീനിന് പകരമായിട്ട് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സവാള നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് രുചി കൂടാൻ ഇങ്ങനെയായിട്ട് ചെയ്യേണ്ടി. സവാള നന്നായിട്ട് തന്നെ ഉണ്ട് മൂത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഷാറാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും ഇങ്ങോട്ട് സോഫ്റ്റായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ സോഫ്റ്റായി റെഡി ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അപ്പോൾ അതിൽ മിസ്സായി പോയണം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം ലേശം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുനാരങ്ങേൻ്റെ ഒരു നീരും കൂടി അതൊക്കെ ഒന്നും അതിൽ ഇട്ട് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ഉണ്ടല്ലോ, ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ആവി ഇങ്ങനെ പൊന്തുന്ന സമയത്താണ് കേട്ടോ ചോറിട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആ ചോറിന് നന്നായിട്ടൊരു സ്മെല്ലും എല്ലാ കാര്യങ്ങളും കൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ അത് ആ ചോറിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചോറ് ആദ്യം തന്നെ ഊറ്റിയെടുക്കുമ്പോൾ വേവാറാതെ നോക്കണം. അപ്പോഴാണ് നമ്മുടെ ചോറെല്ലാം ഉഷാറാവുള്ളൂ. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത്
ആദ്യം തന്നെ പൊരിച്ചിട്ട് ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ലെയറായിട്ടൊന്നും മസാല മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണമൊന്നുമില്ല, അതിന് മുകളിലാണ്ട് ഇട്ട് കൊടുത്തൊക്കെയാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിയിലൊക്കെ ഞാൻ ആദ്യം തന്നെ ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൂട്ട് ബിരിയാണി വെക്കുമ്പോൾ എല്ലാതും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കില്ല, അപ്പം മസാല വേറെ ചോറ് വേറെ ആക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ കേട്ടോ നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അടിയിൽ നല്ല മസാല ഉണ്ട്, അത്യാവശ്യം മസാല ഉണ്ടായിരുന്നു ചോറുക്ക്. അപ്പോൾ അടിപൊളി രുചിയായിരുന്നു ഇത് ചിക്കൻ പൊരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ, നല്ല ഉഷാറായിരുന്നു. അപ്പോൾ ചോറൊക്കെ എവിടേക്ക് പോയി എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ ഉഷാറായി. നമ്മൾ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ മാറ്റി പിടിക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലോ അല്ലേ. ബിരിയാണിക്ക് രുചി കൂടാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വാടണം, പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിൽ ചതച്ചിട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ എന്നിട്ട് ബിരിയാണീൻ്റെ യഥാർത്ഥ രുചിയുണ്ട് കിട്ടുള്ളൂ. പിന്നെ മോള് കണ്ടില്ലേ സൈക്കിൾ വിട്ടാണ്, ചോറ് വേണം എന്നുള്ള ആവശ്യമൊന്നും ഇല്ലാതിരിക്കാനാണ്. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.